പദവി കൂടുന്തോറും നമുക്ക് മൂല്യം കൂടും. പദവി ഇല്ലെങ്കിൽ ഒരു മൂല്യവുമില്ല. കൊണ്ടാടിയാൽ ആരെങ്കിലും കൊണ്ടാടാനുണ്ടെങ്കിൽ നമ്മൾ വളരെ ശോഭിക്കും. ഇതൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ഒരാളുടെ ജ്യോതിഷം പറയാനിരിക്കുന്നത്. പക്ഷെ അപ്പോഴും ഞാനൊക്കെ അവരെ പഠിക്കാൻ വേണ്ടി ആരപ്പൊട്ടനെ പോലെ ഇരിക്കും. പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട് എന്തിനിങ്ങനെ ഞാൻ പൊട്ടം കളിക്കുന്നതെന്ന്. പക്ഷെ നമ്മൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമുക്ക് ആളുകളുടെ ഹൃദയം പഠിക്കാൻ ഒക്കുന്നത്. ഇപ്പൊ നമ്മൾ ട്രെയിനിൽ കയറിയാൽ, ബസ്സിൽ കയറിയാൽ, ഒരു കടയിൽ ചെന്നാൽ നമ്മൾ ജ്യോത്സ്യനാണോ അല്ലെങ്കിൽ ഇതുപോലുള്ള വിഷയങ്ങൾ പലതും ചെയ്യുന്നുണ്ട്, അതിലൊക്കെ റിസർച്ചാണെന്ന് പറയാനേ പാടില്ല. നമ്മളത് തോന്നിപ്പിക്കുക. നമ്മൾ വെറുതെ ചെന്ന് കയറി സംസാരിക്കുമ്പോഴാണ് അവരുടെ ആ വിശ്വരൂപം നമുക്കറിയാൻ ഒക്കുന്നത്. അപ്പൊ നമ്മളുടെ ജ്യോതിഷ പ്രവചന രംഗത്തെ സൂക്ഷ്മതയ്ക്ക് ഒരു പൊന്തൂവലായി മാറും ആ ദേശത്ത്. അപ്പോ ഇങ്ങനെ വന്നു കഴിയുമ്പോൾ നമുക്ക് ജാതിമത ഭേദമന്യേ എല്ലാവരും ഏകനാണെന്നുള്ള ബോധം അങ്ങോട്ട് പോയിട്ട് ഓരോരുത്തർക്കും അവരുടെ സമ്പ്രദായം അനുസരിച്ചും ദേശത്തിൻ്റെയും ജാതിയുടെയും മതത്തിൻ്റെയും കുടുംബത്തിൻ്റെയും ഒക്കെ സംസ്കാര വ്യത്യാസം ഉണ്ടാകും എന്നുള്ളൊരു ബോധത്തിലേക്ക് പോകും. പിന്നാണ് ഗ്രഹനിലയൊക്കെ വരുമ്പോഴത്തെ പ്രാധാന്യം വരുന്നത്. അതുകൊണ്ടാണ് ഞാൻ മുമ്പേ പറഞ്ഞ തിരുവോണ നക്ഷത്രക്കാരെയോ ഇപ്പൊ അനിഴോ അല്ലെങ്കിൽ അവിട്ടോ ഏതെടുത്താലും ഒരു പൊതുവായിട്ടുള്ള കാര്യങ്ങൾക്ക് ഇതെല്ലാം വിഭിന്നമാണ്. നമ്മളൊന്നും എടുത്ത് അങ്ങനെ ചിന്തിക്കാനേ പാടില്ല. എല്ലാം മണ്ടത്തരമാണത്. പിന്നെ വളർത്തുദോഷം എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. ഒരു ചെറുപ്പക്കാരന്റെ കൂടെ ഞാനൊരു ഹൈ റേഞ്ചില് വിവാഹത്തിന്റെ കാര്യത്തിന് അയാൾക്ക് വേണ്ടി ഒരു പെണ്ണാലോചിക്കാൻ വേണ്ടി വർഷങ്ങൾക്ക് മുൻപ് പോയി. ഗ്രഹനില 100% ചേരും. ഞാൻ മാത്രമല്ല വേറെ 3 പേരും ഇത് മതി എന്നും പറഞ്ഞു വെച്ചടിച്ചുള്ള ഗ്രഹനില അത്രയും ചേർച്ചയാണ്. ഞാനും ഒക്കെ തോറ്റുപോയൊരു സംഭവം അത്. അവിടെ ഒരു 26 വർഷം മുമ്പാണത്. അവിടെ ചെന്നപ്പോഴും പെണ്ണൊരു ഗുണ്ട, കയ്യൊക്കെ തെറുത്ത് വെച്ചുള്ള അടിക്കാൻ പരുവത്തിന് എന്താ വന്നേ എന്നൊക്കെ ഒരു ചോദ്യവും എക്സ്പ്രഷനും. ഇവനാണ് വളരെ ശാന്തനും സൗമ്യനും സ്നേഹശീലനും ഒക്കെയാണ്. സരള ഹൃദയൻ, നന്നായി നർമ്മരസം കൊണ്ട് സംസാരിക്കുന്നു. എങ്ങനെ ഒത്തുപോകും? ആ പെണ്ണാണെ വന്ന് ചോദിക്കുക, അവളാണ് വന്ന് ഇറങ്ങി ചോദിക്കാൻ. ആ നിപ്പും പരുവൊക്കെ കണ്ടാലേ ഒരടി ഇപ്പോഴേ തരും എന്നുള്ളൊരു ലെവലിലാണ്. അപ്പോഴേ ആ ഗ്രഹനില ചേരുമെന്ന് പറഞ്ഞതിൽ എന്താണ് ശരി? അവിടെ എന്താണ് പ്രശ്നം? അവിടെയൊക്കെ നമ്മൾ നോക്കുമ്പോൾ വളർത്തുദോഷം എന്ന് പറയും. ഇപ്പൊ വളർത്തുദോഷത്തിന് ഒരു കാരണമുണ്ടോ? ഉണ്ട്. അങ്ങനെയുള്ള പഠനമാണ് എന്നെ ഈ പൂർവ്വജന്മ പഠനത്തിലേക്ക് കൊണ്ടുപോയത്. വളർത്തുദോഷത്തിനും കാരണം പൂർവ്വജന്മ. കാരണം അതിനെ പറ്റിയ അച്ഛനെയും അമ്മയും നമ്മൾ തന്നെ സെലക്ട് ചെയ്യാണല്ലോ. നമ്മുടെ അവസാന കാലത്തെ ആഗ്രഹം, ആ ജന്മത്തിലെ കഴിഞ്ഞ ജന്മത്തിലെ അവസാന കാലത്തെ ആഗ്രഹം, ആ ജന്മത്തിലെ ഒരു ടോട്ടാലിറ്റി ഉണ്ട്, ഒരു ആകെത്തുകയുണ്ട് ചിന്തയുടെയും പ്രവൃത്തിയുടെയും. അതെല്ലാം കൂടി പരിഗണിക്കപ്പെട്ടിട്ടാണ് ഒരു ജന്മം വരുന്നത്. നമ്മൾ അടുത്ത ജന്മം ധനികനായി ജനിക്കണം. ഈ അടുത്ത സമയത്ത് ആരുടെയും ഒരു പൂർവ്വജന്മ ഫലം പറഞ്ഞു. പൂർവ്വജന്മത്തിൽ വളരെ നരകിച്ച് ജീവിച്ച ആളാ, ദാരിദ്ര്യം അനുഭവിച്ചു. ഈ ജന്മത്തിൽ അതുകൊണ്ട് മഹാധനികനായിരിക്കുന്നു. അയാൾ പറഞ്ഞു ധനത്തിനേ ഒരു കുറവില്ല, 100% ധനപരമായി ഉയർച്ചയിൽ തന്നെ. അപ്പോൾ ഞാൻ പറയും, പക്ഷേ പൂർവ്വജന്മത്തിലും ഭാര്യയെ മക്കളെയൊക്കെ നോക്കിയിട്ടില്ല, മാതാപിതാക്കളെ നോക്കിയിട്ടില്ല. അതിന്റെ ദുരിതമുണ്ട്. അതിന്റെ അങ്ങേ കഴിഞ്ഞതിന്റെ അപ്പുറത്തെ ജന്മത്തിലെ ദോഷം കഴിഞ്ഞ ജന്മത്തിൽ നീക്കിയില്ല. ഈ കഴിഞ്ഞ ജന്മത്തിൽ ദാരിദ്ര്യം അനുഭവിച്ചു, ഈ ജന്മത്തിൽ ദാരിദ്ര്യം മാറിക്കിട്ടി. ആ ആഗ്രഹം, ആ അവസാന ഇച്ഛ അതായിരുന്നു. അപ്പൊ അതിനനുസരിച്ച് അതിന് പറ്റിയ മാതാപിതാക്കളെ സെലക്ട് ചെയ്യുക. വളർത്തുദോഷം സംഭവിക്കണമെങ്കിൽ അതിന് പറ്റിയ മാതാപിതാക്കളെ നമ്മൾ തന്നെ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുക. നമുക്ക് പറ്റിയവരെ നമ്മൾ തന്നെയാണ് നോക്കുന്നത്. അച്ഛനെയും അമ്മയും കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഇതുപോലെ ഒരുപാട് കാര്യങ്ങളുണ്ട് ജ്യോതിഷത്തിലൂടെ. പ്രായോഗിക ജീവിതവും ജ്യോതിഷവും തമ്മിലുള്ള ഒരു പഠനം ഞാൻ എപ്പോഴും വിചാരിക്കാറുണ്ട്. ഒരു പ്രബന്ധം തന്നെ എഴുതിയാൽ കൊള്ളാവുന്ന എപ്പോഴെങ്കിലും സമയം കിട്ടിയാൽ. കാരണം പ്രായോഗിക ജീവിതവും ജ്യോതിഷവും തമ്മിലുള്ള ഒരു വലിയ പഠനമുണ്ട്. അത് ഈ ഗ്രഹനിലയ്ക്കുമൊക്കെ എവിടെയാണ് കണക്റ്റ് ആകുന്നത് നമ്മൾ നോക്കണം. അല്ലാതെ ഗ്രഹനില ഒരാൾ വന്നു 10 പേരും. ഇപ്പം സത്വഗുണപ്രധാനമായ ഗ്രഹനിലകളുണ്ട്, രജോ ഗുണപ്രധാനമായ ഗ്രഹനിലകളുണ്ട്, തമോ ഗുണപ്രധാനമായ ഗ്രഹനിലകളുമുണ്ട്. അതിൽ ചിലര് നമ്മൾ കണക്ക് കൂട്ടുമ്പോൾ ചിലർ പറയും അസുര നക്ഷത്രങ്ങൾ, ദേവനക്ഷത്രങ്ങൾ, മനുഷ്യ നക്ഷത്രങ്ങൾ, 3 വിഭാഗം നക്ഷത്രങ്ങളാണല്ലോ ഉള്ളത്. അതിൽ തന്നെ സത്വഗുണപ്രധാനികളുണ്ട്, രജോ ഗുണപ്രധാനികളുണ്ട്, തമോ ഗുണപ്രധാനികളുണ്ട്. ഇതിന്റെ കോമ്പിനേഷൻ വ്യത്യാസമായിട്ടോ അനുപാത വ്യത്യാസത്തിൽ ആനുപാതികമായ വ്യത്യാസത്തോടുകൂടി ജനിക്കുന്ന ധാരാളം ആളുകളാണ് ഈ കാണുന്നതല്ല. ചിലർക്ക് സത്വഗുണം വളരെ കൂടുതലായിരിക്കും, ചിലർക്ക് തമോ ഗുണമായിരിക്കും വളരെ കൂടുതൽ, പക്ഷെ സത്വഗുണം പോലെ തോന്നും. കൃഷ്ണൻ അർജുനോട് പറഞ്ഞ പോലെ എതിരെ യുദ്ധത്തിന് നിൽക്കുന്നവരിൽ ഭീഷ്മര്, ദ്രോണര് എല്ലാവരും നിരന്നു നിൽക്കുന്നു. അപ്പൊ ഇവരെയൊക്കെ കണ്ടിട്ട് അർജുനൻ ദുഃഖം വന്നിട്ട് പറയുന്നുണ്ട്, അയ്യോ ഞാൻ എങ്ങനെ യുദ്ധം ചെയ്യും? എന്നെ എടുത്തുകൊണ്ട് നടന്ന പിതാമഹൻ, എനിക്ക് അസ്ത്രവിദ്യ പറഞ്ഞു തന്ന ദ്രോണാചാര്യരൊക്കെ നിൽക്കുന്നു,
ഞാൻ എങ്ങനെയാണ് യുദ്ധം ചെയ്യുക എന്ന് പറയുമ്പോൾ കൃഷ്ണൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, നമ്മളേവരും ശരിയായിട്ട് ചിന്തിക്കും, അത് ശരിയല്ലേ? ഇങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും കുഴിയിൽ ചാടുന്നത്. ഇപ്പോഴാ പറഞ്ഞത്, ഇതിപ്പോഴല്ല നീ ചിന്തിക്കേണ്ടത്. അതിന്റെ കുറെ കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം തമോ ഗുണം സത്വഗുണത്തിന്റെ രൂപത്തിൽ സത്വവൃത്തി സ്വീകരിച്ചു വരിക. ഇനിയൊരു തമോ ഗുണമാണ് നീ പറയുന്നത് ഇപ്പം. കാരണം ഇവർക്കൊക്കെ ഈ ധർമാധർമ്മങ്ങളെ കുറിച്ച് ബോധമില്ലേ? ഇവർക്കൊക്കെ ഇത്രയും ധർമാധർമ്മങ്ങളെ കുറിച്ച് ബോധമുണ്ട്. ഭീഷ്മ പിതാമഹരുടെ നിലവാരം എന്താ ബോധതലത്തില്? കാരണം അദ്ദേഹം തന്നെയല്ലേ പിന്നീട് യുദ്ധക്കളത്തില് ഈ ശരശയ്യെ കിടക്കുമ്പോൾ മഹത്തായ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത്. അത് കൃഷ്ണന് ശരിക്കും അറിയാം. ദ്രോണർക്ക് അസ്ത്രവിദ്യയിൽ മാത്രമാണ് മികവെങ്കിൽ ഭീഷ്മർ എന്ന് പറഞ്ഞ അസാമാന്യമായ ബോധത്തിന്റെ ആളാണ്. അത്രയും ബോധവികാസം നേടിയ ഒരാൾ പോലും അധർമ്മികൾക്ക് കൂട്ടുനിന്നുകൊണ്ട് യുദ്ധത്തിന് ഇറങ്ങിയിരിക്കുക. നീ എന്താണ് അത് ചിന്തിക്കാത്തെ? നീ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് അവിടെ നീ ഈ ആയുധം താഴെ വെക്കാൻ ഒരുങ്ങുമ്പോൾ നിന്റെ ഈ തമോ ഗുണമാണ് ഇറങ്ങി വരുന്നത്. ഇത് സത്വഗുണമായിട്ട് തോന്നാം. സത്വവൃത്തി സത്വഗുണത്തിന്റെ രൂപത്തിൽ തമോ ഗുണം ഇറങ്ങി വരാം. നമ്മൾക്ക് ഏവർക്കും ഇറങ്ങി വരാം ഇതുപോലെ. അപ്പോഴാണല്ലോ ക്ലൈബ്യം ആസ്മഗമ പാർത്ഥ എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ പറയുന്നത് ഗീതയിൽ നമ്മൾ നീ ക്ലീബനെ പോലെ, ആണും പെണ്ണും കെട്ടവനെ പോലെ സംസാരിക്കാതെ എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ കാര്യങ്ങൾ പറയാം. അവിടെ വെച്ചൊക്കെ പറഞ്ഞിട്ടും മനസ്സിലാവാതെ വരുമ്പോൾ കാര്യങ്ങളുടെ ഹൃദയത്തിലേക്ക് പോയി വേദാന്ത ശ്രവണം കൊണ്ടേ ശരിയാവും എന്നുള്ളത് കൊണ്ട് 2ാമത്തെ അധ്യായത്തിൽ കൃഷ്ണനെല്ലാം പ്രധാന ഹൃദയം പറയുമ്പോഴാണ് ഇതുവരെ കൃഷ്ണ നീ പറഞ്ഞ ഒന്നും എനിക്ക് മനസ്സിലായില്ല, ഇതുവരെ എൻ്റെ കൂട്ടുകാരനായിട്ടേ ചിന്തിച്ചിരുന്നുള്ളൂ എന്ന് പറയുമ്പോഴും 3ാമത്തെ അധ്യായം തൊട്ട് ബാക്കി 18 അധ്യായത്തിലേക്ക് മൊത്തം വിശദീകരിക്കുകയാണ് സൂപ്പർ കോൺഷ്യസ് ലെവലിനെ കുറിച്ച്. അപ്പൊ അത്രയും സൂക്ഷ്മമായിട്ട് ചെയ്തു വെച്ചിരിക്കുക. അപ്പോൾ നമ്മൾ ഏതൊരു വിഷയത്തെക്കുറിച്ചും ചിന്തിക്കുമ്പോൾ, അത്രയും ഗഹനമായി ചിന്തിക്കുമ്പോൾ, നമ്മൾ ഏതെങ്കിലും ഒരു ശരി കണ്ടിട്ട് പണ്ടുണ്ടായ ഒരു ശരിയുടെ പേരും പറഞ്ഞുകൊണ്ട് അതിന്റെ പിന്നാലെ നമ്മൾ ഞാണ്ടുകെട്ടി പോകരുത്. അത് നമുക്ക് അപകടമേ ഉണ്ടാവുകയുള്ളൂ. അതിനാണല്ലോ ഈ സ്മൃതികളിൽ ഒരു വചനമുണ്ട്, ഈ ഭർതൃഹരി പറഞ്ഞാണെന്ന് തോന്നുന്നു, എവിടെയാണെന്ന് ഓർക്കുന്നില്ല. അച്ഛൻ കുത്തിയ കിണറാണെങ്കിലും ഉപ്പുവെള്ളം വന്നാൽ തട്ടി നിർത്തിയിട്ട് വേറെ കിണർ കുത്തണം. അച്ഛൻ കുത്തിയതാണെന്ന് പറഞ്ഞാൽ നമ്മൾ സൂക്ഷിച്ചു വെച്ചുകൊണ്ടിരിക്കുന്നതിൽ കാര്യമില്ല. പക്ഷെ അച്ഛൻ കുത്തിയ കിണർ ശ്രേഷ്ഠമായിട്ടും മറ്റുള്ളവരുടെ വാക്കുകളാൽ അതിനെ നശിപ്പിക്കുന്നതാണെങ്കിൽ ശരിയല്ല. അങ്ങനെയും ഉണ്ട്, അതിന് മറ്റൊരു വശം. പക്ഷെ അച്ഛൻ കുത്തിയ കിണറാണ്, പക്ഷെ ഉപ്പുവെള്ളം വന്നുപോയി, അപ്പൊ നികത്തി വെക്കും. അപ്പൊ അവിടെ ഒരു ആപേക്ഷികത ബോധത്തോടുകൂടി ആ വിഷയത്തെ നമ്മൾ കാണണം. അവിടെ അതിന്റെ നന്മ തിന്മകൾ നോക്കണം. ചിലരങ്ങനെയല്ല, ആധുനിക കാലത്ത് അതിനേക്കാളൊക്കെ ഉപരി മറ്റു പലതിനും പ്രാധാന്യം കൊടുത്തുകൊണ്ട് പൂർവികർ ചെയ്ത മഹത്തായ കാര്യത്തെ നശിപ്പിക്കും. ഇങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ നമ്മളുടെ തലയിലൂടെ ഓടിക്കൊണ്ട് വേണം ഈ ജ്യോതിഷത്തിന് ഇരിക്കാൻ ഈ വരുന്ന ആളുകൾ. പക്ഷെ നമ്മൾ അരപ്പെട്ടെ ഇനിയിപ്പോൾ എനിക്ക് കൂടുതൽ അങ്ങനെ ഇരിക്കാനൊക്കെ ഇല്ല. കാരണം എല്ലാവരും എന്നെ മീഡിയ വഴി കാണുന്നതുകൊണ്ട്, ഇയാളുടെ അടുക്കൽ പുതിയ തലമുറകളും ഒക്കെ കാണുന്നുള്ളതുകൊണ്ട് ഒരു ജാഗ്രതയും ശ്രദ്ധയും വരും. മറ്റേ ഞങ്ങൾ നമ്മളൊന്നും അറിയാത്ത സാധാരണ രീതിയിൽ തോളയിലൊരു തോർത്തും ഒക്കെ ഇട്ടുകൊണ്ടായിരിക്കും ഞാൻ പറയാനായിട്ട് വീട്ടിലിരിക്കുമ്പോൾ, സ്ഥാപനത്തിൽ പോകുമ്പോഴേ ഉടുപ്പിടാറുള്ളൂ. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ എന്താ അറിയേണ്ടതെന്നൊക്കെ ചോദിക്കുമ്പോൾ അപ്പോഴവരുടെ ആ യഥാർത്ഥ ഭാവം നമുക്ക് പിടികിട്ടും. അത് ജ്യോതിഷ ഫലപ്രവചനത്തിന് ഒത്തിരി ഉപകരിക്കും. അഹങ്കാരികൾ, ഇപ്പൊ സ്ത്രീകൾ തന്നെ നടന്നു വരുമ്പോൾ ഭാര്യയും ഭർത്താവും കൂടെ ആണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ത്രീ നായകത്വമുള്ള കുടുംബത്തിലാണോ അവിടെ എന്ന് തിരിച്ചറിയാം. പ്രത്യേകിച്ച് ആലപ്പുഴ ജില്ലയെന്ന് വെച്ചാൽ പുരുഷ നായകത്വം, ഈ പുരുഷ മേധാവിത്വം കൂടുതലുള്ള ഒരേ ഒരു ജില്ലയായിട്ട് എനിക്ക് തോന്നാറുണ്ട്. ശരിക്കും കൂടുതൽ ആലപ്പുഴ ജില്ലയ്ക്കും കൊല്ലം ജില്ലയ്ക്കും ഉണ്ടത്. പക്ഷെ മറ്റ് ജില്ലകൾക്ക് അത്രയും ഉണ്ടെന്നുള്ളത്. ആലപ്പുഴ ജില്ലയ്ക്ക് പുതിയ തലമുറകൾ ഏകദേശം ഈ 70-കൾ തൊട്ടുള്ള തലമുറകൾക്ക് പുരുഷന്മാർക്ക് ആ മേധാവിത്വ സ്വഭാവത്തിൽ കുറവായിട്ടുണ്ട്. അത് പിന്നെ ജനകീയമായ ഒരു മാറ്റത്തിന്റെ ഭാഗം. പക്ഷെ അല്ല, അതിനു മുമ്പൊന്നും അങ്ങനെയല്ല. മറ്റു ജില്ലകളെ അപേക്ഷിച്ച് കഠിനമാണ് കുറേയും കൂടെ പുരുഷ മേധാവിത്വം ശരിക്കുണ്ട്. അതുകൊണ്ട് തന്നെ സ്ത്രീകൾ കൂടുതൽ വിളച്ചിലൊക്കെ എടുത്താൽ അതിനൊരു രീതിയുണ്ട്. അതിപ്പോൾ അതുകൊണ്ട് ആ ശീലം ഉള്ളതുകൊണ്ട് പെട്ടെന്ന് നമുക്കറിയാം. പിന്നെ നിരന്തരം ആളുകളെ പഠിക്കല്ലേ, ഇവിടെ ഇവരിൽ സ്ത്രീയാണോ മേധാവി, പുരുഷനാണോ മേധാവി. പിന്നെ ശിശുനായകത്വമുണ്ട്, പിള്ളേരാണ് ഭരിക്കുന്നത് ചില വീടുകളിൽ. അവർ പറയുന്ന നടക്കും അച്ഛനും അമ്മയും അടിമകളായിരിക്കും, ഇപ്പൊ പെരക്ക് തീ കത്തിക്കും എന്നൊക്കെ പറഞ്ഞ് വലിയ വിപ്ലവമൊക്കെ സൃഷ്ടിക്കുന്നുണ്ട്. അപ്പൊ സ്ത്രീ നായകത്വമാണോ, ശിശുനായകത്വമാണോ, പുരുഷ നായകത്വമാണോ, ഇതൊക്കെ കുറ്റം പറയാനല്ല നമ്മൾ നോക്കുന്നത്, അവരുടെ ഫലപ്രവചനത്തിന്റെ സൂക്ഷ്മതയുടെ ആക്കം കൂട്ടും. എന്താണെങ്കിലും ഒരുപാട് സന്തോഷം. മറ്റൊരു എപ്പിസോഡുമായിട്ടിരിക്കും. നിങ്ങളുടെ ജീവിതത്തിലെ വലിയൊരു മാറ്റങ്ങൾക്ക് വേണ്ടി അബാക് ജ്യോതിഷം നിങ്ങളോടൊപ്പമുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന ഏത് തരം ജ്യോതിഷപരമായ, പൂജാപരമായ അല്ലെങ്കിൽ വാസ്തു സംബന്ധമായ എന്താവശ്യങ്ങൾക്കും അബാക് ജ്യോതിഷത്തിലെ കൺസൾട്ടന്റുമായിട്ട് നിങ്ങൾക്ക് സംസാരിക്കാൻ ഈ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്. അതിലുപരി ജ്യോതിഷപരമായ പുതിയ പുതിയ അറിവുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി
ഈ പറയുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട ആവശ്യമില്ല. താങ്ക് യു.